ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വിഷുക്കാലത്ത് മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ടോവിനോ തോമസ് ചിത്രം പള്ളിച്ചട്ടമ്പി ഒടുവിൽ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ജനഗണമനയ്ക്ക് ശേഷം ഡിജോ ജോസ് ആൻ്റണി ഒരുക്കുന്ന സിനിമ എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളാണ് ഈ ചിത്രത്തിനുണ്ടായിരുന്നത്. ഒരു ആക്ഷൻ എൻ്റർടൈനർ എന്ന നിലയിൽ പള്ളിച്ചട്ടമ്പി തിയേറ്ററിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. 1950കളിലെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. കർഷകരുടെ പ്രശ്നങ്ങളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റഫർ എന്ന പള്ളിച്ചട്ടമ്പിയായി ടോവിനോ തോമസ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ടോവിനോയുടെ മാസ് ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. ഇൻ്റർകട്ട് രീതിയിൽ എഡിറ്റ് ചെയ്ത ആ രംഗം പ്രേക്ഷകർക്ക് വലിയൊരു ആവേശം നൽകുന്നുണ്ട്. ഒരു പീരീഡ് സിനിമ എന്ന നിലയിൽ അന്നത്തെ കാലഘട്ടം പുനരാവിഷ്കരിക്കുന്നതിൽ അണിയറ പ്രവർത്തകർ വിജയിച്ചിട്ടുമുണ്ട്. ടോവിനോ തോമസിൻ്റെ കരിയറിലെ മികച്ച ആക്ഷൻ പ്രകടനങ്ങളിൽ ഒന്നായി പള്ളിച്ചട്ടമ്പി മാറുമെന്നതിൽ സംശയമില്ല. ഡ്യൂപ്പില്ലാതെ പുള്ളി ചെയ്ത പല ഫൈറ്റ് സീക്വൻസും പ്രത്യേകിച്ച് കാറിൽ ഇരുന്നുകൊണ്ടുള്ള ആക്ഷൻ രംഗങ്ങളും ഗംഭീരമാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജും ആക്ഷൻ സീക്വൻസിലെ എഫക്റ്റും എടുത്തു പറയേണ്ടതാണ്. സാങ്കേതിക വശങ്ങളിലേക്ക് വന്നാൽ സിനിമാറ്റോഗ്രഫി, ടിജോ ടോമിയുടെ വിഷ്വൽസ് ഓരോ ഫ്രെയിമും റിച്ചാണ്. ഡ്രോൺ ഷോട്ടുകളും പാൻ ഷോട്ടുകളും സിനിമയ്ക്ക് വലിയ ഒരു ക്യാൻവാസ് നൽകുന്നു. സംഗീതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജേക്കബ് ഡിജോയുടെ പക്ക ആക്ഷൻ ടെംപ്ലേറ്റ് പടത്തിന് വേണ്ട എല്ലാ ഊർജ്ജവും നൽകുന്നുണ്ട്. എഡിറ്റിംഗ്, ക്ലൈമാക്സിലെ ബോൾട്ട് ക്യാമറ ഉപയോഗിച്ചുള്ള എഡിറ്റിംഗ് സ്റ്റൈൽ വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ട്. ഈ സിനിമയിൽ ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒന്നാണ് അതിലെ അതിഥി വേഷം. ആ ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ലുക്ക് തിയേറ്ററുകളിൽ വലിയ കയ്യടി നേടുന്നുണ്ട്. എന്നാൽ അതിലെ രണ്ടാം ലുക്കിനെ കുറിച്ച് ചില മിശ്രമായ അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എന്തായാലും ആ സാന്നിധ്യം സിനിമയുടെ ആവേശം വർദ്ധിപ്പിക്കുന്നു. കയാദ് ലോഹർ അവതരിപ്പിച്ച കഥാപാത്രവും സിനിമയുടെ കഥാഗതിയിൽ നിർണായകമാണ്. വിജയരാഘവൻ, സുധീർ കരമന, ബാബുരാജ് തുടങ്ങിയ പരിചയസമ്പന്നരായ താരനിരയെ സിനിമയ്ക്ക് കരുത്തുപകരുന്നു. സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ അതിൻ്റെ മേക്കിങ്ങും ആക്ഷൻ രംഗങ്ങളുമാണ്. ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു പാക്കേജ് ആണ് ഡിജോ ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും തിരക്കഥയിലെ ചിലയിടങ്ങൾ പ്രവചിക്കാവുന്ന രീതിയിൽ ആണ് സിനിമ പോകുന്നത്. ചില ഭാഗങ്ങളിൽ ഒരു KGF സ്റ്റൈൽ മേക്കിംഗ് കൊണ്ടുവരാൻ ശ്രമിച്ചത് പ്രേക്ഷകർക്ക് എങ്ങനെ അനുഭവപ്പെടുമെന്ന് കണ്ടറിയണം. രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. എങ്കിലും അതൊരു വലിയ പ്രതീക്ഷ നൽകുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ചുരുക്കത്തിൽ പള്ളിച്ചട്ടമ്പി ഒരു പെർഫെക്റ്റ് സിനിമയല്ലെങ്കിലും ഈ വിഷുക്കാലത്ത് ഫാമിലിയായിട്ടും സുഹൃത്തുക്കൾക്കൊപ്പവും തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന ഒരു നല്ല വൺ ടൈം വാച്ച് എൻ്റർടൈനറാണ്. നല്ല ക്വാളിറ്റിയുള്ള ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിത്രം തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ സിനിമ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.